ഹലോ! ഹെഡ്മിലോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. എല്ലാവർക്കും സുഖമല്ലേ? ദൈവകൃപയാൽ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. രാവിലെ ഒരു 7 മണി കഴിഞ്ഞ സമയമാണ്. അപ്പോൾ അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോകണം. അതിന് വേണ്ടിയാണ്. ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതിന് മുമ്പുള്ള വ്ളോഗാണ് കേട്ടോ. നിങ്ങൾക്കൊരു സർപ്രൈസ് തരാം എന്ന് കരുതി വെച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇടാൻ വൈകിപ്പോയി. ക്ഷമിക്കണേ. അപ്പോൾ രാവിലെ അത്യാവശ്യം സാധനങ്ങൾ മേടിക്കാനൊക്കെ ആളുകൾ വരുമല്ലോ. അപ്പോൾ തുറന്നിട്ടായിരുന്നു. അപ്പോൾ എന്താ ജോസാൻ അടച്ചിട്ട് പോവാനായിട്ട് റെഡിയാവുന്നു. ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്ററിൻ്റെ വണ്ടിയിലാണ് പോകുന്നത്. തിരിച്ചു വരുന്നത് വേറെ വാഹനത്തിലായിരിക്കും. അപ്പോൾ അങ്ങോട്ട് പോവാനായിട്ട് ജോസാൻ്റെ കസിനുമുണ്ട്. ഇപ്പം ഞാൻ, ജോസാനെ, പാസ്റ്റർ, ജോസാൻ്റെ കസിൻ അജി, ഞങ്ങളെല്ലാവരും കൂടിയാണ് പോകുന്നത്. പാസ്റ്ററിൻ്റെ പുതിയ വണ്ടിയാണ് കേട്ടോ. നല്ല കളറല്ലേ? പൊന്മാൻ നീല എന്ന് പറയുന്ന ഈ കളറിനാണോ? എനിക്ക് ഈ കളറിലെ ഒരു ചുരിദാർ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇല്ല. അപ്പോൾ പാസ്റ്ററിൻ്റെ വണ്ടിയിലാണ് പോകുന്നത്. എവിടോട്ടാണ് പോകുന്നതെന്ന് പറയുന്നതിന് മുമ്പ് ഇന്നത്തെ ഈ വീഡിയോയുടെ ക്യാപ്ഷൻ ഞാൻ എന്തിടണം എന്നുള്ള ചിന്തയിലാണ് കേട്ടോ. എന്തിട്ടാലും അതൊരു പക്ഷേ കുറവായിരിക്കും. കാരണം അത്രയ്ക്ക് സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഞാൻ ആക്ച്വലി ഹോസ്പിറ്റലിൽ നിന്ന് അഡ്മിറ്റായി വന്നു കഴിഞ്ഞ ഉടനെ എഡിറ്റ് ചെയ്ത വീഡിയോ ഇതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കേട്ട് നോക്കിയപ്പോൾ വോയിസ് ഓവർ കൊടുത്തതിനകത്ത് ഭയങ്കര പറ സൗണ്ട്. അപ്പോൾ വീണ്ടും വോയിസ് കൊടുത്തേ പറ്റത്തുള്ളൂ. പിന്നെ ഉടനെ വീണ്ടും ആ വീഡിയോയ്ക്ക് തന്നെ വോയിസ് കൊടുക്കാൻ മടിയായതുകൊണ്ടാണ് പിന്നെ അടുത്ത വീഡിയോ ഇട്ടത്. അപ്പോൾ അന്ന് തൊട്ടേ ഇത് പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ എഡിറ്റിങ്. അപ്പോൾ ഞാൻ ചാനൽ തുടങ്ങിയ സമയം തൊട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ബോംബെ ജോലി ചെയ്യുന്ന സമയം തൊട്ട്, ബോംബെയിലെ ജോലി പോയി നാട്ടിൽ വന്ന സമയം തൊട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. 2020 2020 ജൂലൈ ആണെന്ന് തോന്നുന്നു ഞങ്ങൾ നാട്ടിൽ വന്നത്. രണ്ടുപേരുടെയും ജോലി പോയി. ബോംബെയിലായിരുന്നു. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറയുന്നത്. അപ്പോൾ 2020 ഞങ്ങളുടെ രണ്ടുപേരുടെയും ജോലി പോയി. കോവിഡ് കാരണം ഞങ്ങൾ നാട്ടിൽ വന്നു. ഇപ്പോൾ പല കാര്യങ്ങൾ ചെയ്യുന്നു. എല്ലാവർക്കും അറിയാം, അച്ചാർ ബിസിനസ് ഉണ്ട്. ഒരു ഉപജീവന മാർഗമാണത്. അപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെയും ഉള്ള എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതാ ഞങ്ങൾ സ്ഥലത്തെത്തി. അടൂര് കിളിവയൽ എന്നാണെന്ന് തോന്നുന്നു. ജോസാൻ്റെ അടുത്ത് ചോദിക്കാമെന്ന് വെച്ചാൽ ജോസാൻ ഇപ്പോൾ ഇവിടെ ഇല്ല കേട്ടോ. അപ്പോൾ ഈ വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നമ്മൾ ഈ വണ്ടി എടുക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അജിയും ജോസാനും ഓൾറെഡി ഈ വണ്ടി വന്ന് കണ്ടു. അപ്പോൾ ഏത് വാഹനമായാലും, ഫസ്റ്റ് ഹാൻഡ് ആയാലും സെക്കൻഡ് ഹാൻഡ് ആയാലും പാസ്റ്ററെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചെടുക്കണം. അത് ഏത് വണ്ടി എടുത്താലും ഞങ്ങൾ ബോംബെ വെച്ച് വണ്ടി എടുത്തപ്പോഴാണെങ്കിലും നാട്ടിൽ വന്നപ്പോഴാണെങ്കിലും പാസ്റ്ററേയും കൊണ്ട് പ്രാർത്ഥിപ്പിച്ചാണ് എടുക്കുന്നത് കേട്ടോ. 2 വർഷത്തെ പഴക്കേ ഉള്ളൂ. 10,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. ഇത് വീട്ടിലെ അത്യാവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വണ്ടിയാണ്. നല്ല പുതിയതായിട്ടിരിക്കുകയാണ് കേട്ടോ. കാരണം സെക്കൻഡ് ഹാൻഡ് ആണെന്ന് പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കത്തില്ല. എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നൊരു വണ്ടി എടുക്കുന്നു എങ്കിലൊരു വാഗണർ വേണമെന്ന്. കാരണം മറ്റൊന്നുമല്ല, ഞാൻ പല വാഹനങ്ങളിലും ഇരുന്നിട്ടുണ്ട്. പക്ഷേ എല്ലാത്തിനകത്തും ഇരുന്നിട്ട് പുറത്തിറങ്ങുമ്പോൾ കാല് വേദന, നീര് ഒക്കെയാണ്. പക്ഷെ വാഗണറിന് ഇരുന്നിട്ട് ഇറങ്ങുമ്പോൾ കാലിന് ഒരു പ്രശ്നവും ഇല്ല. കാരണം അതിൻ്റെ സീറ്റിന് നല്ല പൊക്കമാണ്. നമ്മൾ കസേര ഇരിക്കുന്നതാണൊക്കെ ഇരിക്കുക. അപ്പം കാലുവേദന അല്ലെങ്കിൽ വണ്ണമുള്ളവർ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് എനിക്ക് തോന്നുന്നു ബഡ്ജറ്റ് ഒതുങ്ങുന്ന രീതിക്ക് വാഗണറായിരിക്കും നല്ലത്. ഇതിനേക്കാൾ ഹെവി വണ്ടിയൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ നമുക്ക് ഒതുങ്ങുന്ന രീതിയിൽ വാഗണർ നല്ലൊരു ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതല്ല നിങ്ങൾ വേറെ വണ്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻ്റ് ഇടാനും മറക്കരുത്. അങ്ങനെ ഞങ്ങളുടെ വണ്ടിയുടെ താക്കോല് പാസ്റ്ററുടെ കയ്യിലോട്ട് കൊടുത്തു. നന്ദിയോടെ മഹത്വപ്പെടുത്തുന്നു. ഈ വാഹനത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ രക്തം കൊണ്ട് വാഹനത്തെ ഞങ്ങൾ ശുദ്ധീകരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഞങ്ങൾ മുദ്രവെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ ഈ വാഹനം ഇന്നു മുതൽ നിൻ്റെ മക്കൾ ഉപയോഗിക്കുവാന്നൊക്കെ വേണം ദൈവസ്ഥലിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും ദൈവം പകരണമേ. അവിടുത്തെ ദൃഷ്ടി എപ്പോഴും ഈ വാഹനത്തോടെ കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ തിരക്കേറിയ റോഡുകളിലൂടെ വാഹനമായി കടന്നു പോകുമ്പോൾ മുമ്പിൽ നിന്നും പുറകിൽ നിന്നും ഇടത്തുനിന്നും വലത്തു വരുന്ന വാഹനങ്ങളെയും സകല മൃഗങ്ങളെയും മനുഷ്യരെയും കർത്താവ് നിയന്ത്രിക്കണമേ. റോഡ് സൈഡ് പാർക്ക് ചെയ്യുമ്പോൾ ദുഷ്ടന്മാരോ കള്ളന്മാരോ നോട്ടം വയ്ക്കുവാൻ ദൈവം അനുവദിക്കരുത്. ഇതിന് പിന്നിൽ യാതൊരു ധനനഷ്ടം ഉണ്ടാകുവാൻ അനുവദിക്കരുത്. ഒരാപത്തോ അനർത്ഥം ഉണ്ടാകുവാൻ ദൈവം ഇടയാക്കരുത്. ഇതിന് മേലെല്ലാ അനുഗ്രഹങ്ങളും കൃപകളും ദൈവം പകരണം. ഈ വാഹനത്തെ അങ്ങയുടെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് നിന്റെ മക്കൾക്കായി ഇത് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നൽകുന്നു. ഒരു അനുഗ്രഹമായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ഈ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് സീറ്റിലിരുന്നു കൊണ്ട് അങ്ങയെ സ്തുതിപ്പാൻ, ദൈവത്തെയും മഹത്വപ്പെടുത്തുവാൻ ദൈവമൊരിക്കൽ മുഖാന്തരങ്ങൾക്കായി സ്തോത്രം. നിന്റെ ദാസിനെ ദാസി ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു.
ഹൃദയത്തിൻ്റെ ഏറിയ നാളത്തെ ആഗ്രഹവും പ്രാർത്ഥനയുമാണല്ലോ ഇങ്ങനൊരു വാഹനം വാങ്ങുവാൻ. കർത്താവേ, അവിടുന്ന് മുഖാന്തരം ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കഴിവോ മിടുക്കോ ഒന്നുമല്ല, കർത്താവിൻ്റെ കൃപ ഒന്നു മാത്രമാണ് ഞങ്ങൾ അറിയുന്നു. തൻ്റെ മക്കൾക്കൊരു അനുഗ്രഹമായി തീരണമേ. ദൈവഹിതമില്ലാത്ത ആളുകൾ യാത്ര ചെയ്യുവാനോ ദൈവഹിതമില്ലാത്ത സാധനങ്ങൾ ഇതിൽ കൊണ്ടുപോകുവാനോ ദൈവം അനുവദിക്കരുത്. അസത്യമായി വാഹനം ഓടിപ്പാൻ ദൈവം ഇടയാക്കരുത്. ഈ സ്റ്റിയറിംഗ് സീറ്റിൽ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേക കൃപ, ദൈവിക പരിപാലനം കൊണ്ടിരിക്കണമേ. യാത്ര ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ രക്തം കൊണ്ട് ഞങ്ങൾ മുദ്ര വെച്ച് ദൈവസ്ഥലം പ്രാർത്ഥിക്കുമ്പോൾ ഈ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് അനുഗ്രഹവും ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ കർത്താവ് കൃപ നൽകേണ്ടതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ വാഹനത്തെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ദൈവകരങ്ങൾ സമർപ്പിച്ച് എൻ്റെ മക്കൾക്ക് അനുഗ്രഹമായി തീരേണ്ടതിനായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം. അപ്പോൾ വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു, ഒരു ആവശ്യമായിരുന്നു ഒരു വാഹനം എന്നുള്ളതെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ അത്യാവശ്യമായി വന്നിരിക്കുകയായിരുന്നു. നിങ്ങളിൽ പലരും, എൻ്റെ വീഡിയോ കാണുന്ന പലരും എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ട്, കമൻറ്റ് ഇട്ടിട്ടുണ്ട്. വിൻസി, ഒരു 4 വീലർ എടുത്ത് നിങ്ങൾക്ക് അത്യാവശ്യമാണ്. കാരണം ഇപ്പോൾ സാധനങ്ങൾ കൊറിയർ അയക്കാൻ പോകാനാണെങ്കിലും മഴയാണെങ്കിൽ പലർക്കും മുടങ്ങിയിട്ടുണ്ട്, പലതരം ബുദ്ധിമുട്ടുകൾ സാധനങ്ങൾ എടുത്തുകൊണ്ട് വരാനായാലും. അപ്പോൾ ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനിൽ ആവശ്യമല്ല, അത്യാവശ്യമായിരുന്നു ഒരു 4 വീലർ എന്നുള്ളത്. അത് ദൈവം തന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോന്നും സമയാസമയങ്ങളിൽ ആവശ്യമല്ല, അത്യാവശ്യമെന്ന് തോന്നുന്ന സമയത്ത് ദൈവം കൈകളിൽ കൊണ്ടെത്തിക്കും കേട്ടോ. അപ്പോൾ ഇതും ലോണാണ്. പോയ വഴി ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, വണ്ടി എടുത്തുകൊണ്ട് വരുന്ന വഴി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയതാണ്. രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നു. പാസ്റ്ററിന് അത്യാവശ്യമായിട്ട് വേറൊരു സ്ഥലത്ത് പോയുകൊണ്ട് അതിലേ അങ്ങ് പോയി. അപ്പം വണ്ടി പെട്ടെന്ന് ഓടിക്കാൻ ജോസാൻ അറിയത്തില്ല. അതുകൊണ്ടാണ് അജിയെ കൂട്ടിയത്. അജി വണ്ടി ഓടിക്കും. അപ്പം ഇപ്പം ജോസാൻ വണ്ടി ഓടിക്കുന്നുണ്ട്. കാരണം 2007 ലൈസൻസ് കിട്ടിയതാണ്. അതിൽ പിന്നെ 4 വീലർ ഓടിച്ചിട്ടേ ഇല്ലല്ലോ. അപ്പം പെട്ടെന്ന് എടുക്കാനൊരു മടി. അങ്ങനെയാണ് അജിയും കൊണ്ടുപോയത്. ഞാൻ പൊറോട്ടയും മുട്ടക്കറിയാണ് മേടിച്ചത്. അജി പൊറോട്ടയും മീൻ കറിയും, ജോസാൻ മസാല ദോശ. അപ്പം മുട്ടക്കറി മീൻ കറി ഞങ്ങൾ ഷെയർ ചെയ്തതാണ്. നല്ലതായിരുന്നു കേട്ടോ. കൊട്ടാരക്കര പാരഡൈസ് ആയിരുന്നെന്ന് തോന്നുന്നു പേര്. നല്ലതായിരുന്നു. ചായ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ അധികം ഹോട്ടലുകളിലൊന്നും കയറി കഴിച്ചിട്ടില്ല, എങ്കിലും കഴിച്ചതിൽ നല്ലതായിട്ട് തോന്നിയ ഒരു ഫുഡായിരുന്നു ഇത്. അപ്പം പറഞ്ഞു വന്നത്, അങ്ങനെ നമുക്കൊരു കാറ് കിട്ടി. നമ്മുടെ ഹെഡ്ബിലോഡ് ഫാമിലിയിലേക്ക് പുതിയതായിട്ടൊരു കാറ് വന്നു. നിങ്ങളുടെ പ്രാർത്ഥന, അനേകം പേര് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. ഒത്തിരി പേര് അങ്ങനെ കമൻ്റ് ഇടാറുണ്ട്, ബെൻസി നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവം സമയാസമയത്ത് തരും. തീർച്ചയായിട്ടും ശരിയാണ്. നമുക്ക് മനുഷ്യർ എന്തെങ്കിലും സഹായിച്ചാലോ തന്നാലോ നമുക്ക് തികയത്തില്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ കൊടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ എന്നത്തേക്ക് ഒരു പറച്ചിലിനും കാരണമാണ്. അതല്ലാതെ ദൈവം നമുക്ക് തന്നാൽ അതിന് കണക്കില്ല. അപ്പം അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതും ലോണാണ്. ലോണിൻ്റെ കാര്യം പറഞ്ഞാൽ ഞങ്ങൾ വീട് വെച്ച സമയം തൊട്ട് ലോണിലാണ് നിൽക്കുന്നത്. പക്ഷേ ഒരു ലോൺ ഉള്ളപ്പോൾ തന്നെ അടുത്ത ലോൺ അങ്ങനല്ല. ഒരു ലോൺ എടുത്ത് അത് തീരുമ്പോഴാണ് ഞങ്ങൾ അടുത്ത ബാധ്യത എടുത്ത് വെക്കുന്നത്. നമ്മുടെ ഈ വീട് പണിഞ്ഞപ്പോൾ തൊട്ട് കടയുടെ കാര്യമായാലും, നമ്മൾ ഇൻ്റർലോക്ക് ചെയ്തതായാലും, ഷീറ്റ് ഇട്ടതായാലും, പുറകുവശത്തെ പണിയാണെങ്കിൽ എല്ലാം ഓരോ ലോൺ എടുത്താണ് ചെയ്തത്. പക്ഷെ ഒരെണ്ണം തീർന്നിട്ടേ അടുത്തത് ചെയ്യത്തുള്ളൂ. എല്ലാം കൂടെ തലേ കയറ്റി വെച്ചാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതാവും. പിന്നെ ദൈവത്തെയോ നാട്ടുകാരെയോ പഴി പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ദൈവം ബുദ്ധി തന്നിട്ടുണ്ട്, വിവേചന ശക്തി തന്നിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പവും ലൈഫിൽ വരത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ മാസം ഞങ്ങളുടെ ഒരു ലോൺ ഓൾറെഡി തീർന്നായിരുന്നു. ആ ലോൺ തീർന്നപ്പോൾ വീണ്ടും പുതിയതെടുത്തതാണ് ഇത്. അപ്പോൾ ഇതും ഉടനെ ദൈവം തീർത്തു തരുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അവസാനം നമ്മുടെ മുറ്റത്ത് വണ്ടി എത്തി. അപ്പോൾ ഒരു വണ്ടി എടുക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ തൊട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു വർഷമെങ്കിലും ആയി കാണും. ജോസാൻ അറിയാത്ത ഷോപ്പുകളില്ല, അറിയാത്ത വണ്ടികളില്ല. എല്ലാ വണ്ടികളുടെ A to Z പഠിച്ച് അതിൻ്റെ എൻജിൻ എങ്ങനെ, അതിൻ്റെ ഓരോ കാര്യങ്ങൾ എങ്ങനെയെന്നും ഇപ്പോൾ ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും ധാരാളം വർക്ക്ഷോപ്പുകളുടെയൊക്കെ ആണെങ്കിലും വീഡിയോകൾ സെക്കൻഡ് ഹാൻഡിന് വേണ്ടിയൊക്കെ ഇടാറുണ്ടല്ലോ. അവിടെ എല്ലാം വിളിച്ച് ചോദിക്കും. പലയിടത്തും പോയി കണ്ടു. പലതും എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോലും ഇല്ല പോയി കണ്ടതൊന്നും. ഇപ്പോഴാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ കണ്ട് പല വണ്ടികളും കാണുമ്പോഴും എൻ്റെ മനസ്സിലുണ്ടൊരു വാഗണർ കിട്ടിയെങ്കിൽ നല്ലതായിരുന്നു. വാഗണർ ഒറ്റയൊരെണ്ണം പോലും വന്നിട്ടില്ല കേട്ടോ. ഈ ഒറ്റ ഒരു വാഗണറേ വന്നിട്ടുള്ളായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലൊരു വാഗണറാണെങ്കിൽ നല്ലതാണ്. കാരണം എന്തായാലും ഒരു വണ്ടി എടുക്കുവാണല്ലോ. നമ്മൾ ഈ ഡ്രസ്സ് മാറുന്ന കണക്ക് ആഴ്ചയോ മാസത്തിലോ മാറാൻ പറ്റുന്നതല്ലല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം വാഹനം എന്ന് പറയുന്നത്. അപ്പം എന്തായാലും ദൈവം നമ്മുടെ ഹൃദയങ്ങളുടെ ആഗ്രഹങ്ങൾ അറിഞ്ഞു തരുന്ന ദൈവമാണ്. അങ്ങനെ ഒരു വാഗണർ തന്നെ കിട്ടി. ഓട്ടോമാറ്റിക്കാണേ. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ്, അച്ചാറുകൾ ഇട്ട് തുടങ്ങിയോ എന്ന്. ഞാൻ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്.
അച്ചാറുകൾ ഇട്ട് തുടങ്ങി. ബീഫ്, മീൻ, നാരങ്ങ, നെല്ലിക്ക എല്ലാം സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ ഈ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്, കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ 1-2 ഇടത്ത് പോയത് അജിയം കൊണ്ടാണ്. കാരണം ജോസാന് കോൺഫിഡൻസ് ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഞങ്ങൾ എവിടെ പോവുകയാണെങ്കിലും ജോസാനാണ് വണ്ടി എടുക്കുന്നത്. ആദ്യമൊക്കെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ജോസാൻ പറയുന്നത് ഇപ്പോഴും പെർഫെക്റ്റ് ആയിട്ടില്ല എന്നാണ്. എങ്കിലും ഞാൻ പറയും സാരമില്ല ജോസെ, ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കാൻ പറ്റത്തുള്ളൂ, നമുക്ക് പ്രാർത്ഥിച്ചങ്ങ് എടുത്താൽ മതി. അങ്ങനെയാണ് എടുത്ത് തുടങ്ങിയത് കേട്ടോ. ഇപ്പോൾ ഇതൊരു കല്യാണത്തിന് പോയതാണ്. ഞങ്ങളുടെ അടുത്ത ചർച്ചിലെ തന്നെ നമ്മുടെ നെയ്ബറായിട്ടുള്ള ഒരു വീട്ടിലെ മോടെ കല്യാണമായിരുന്നു, അതിന് പോയതാണ്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഫോളോ അപ്പിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോയി. അതും ഈ വണ്ടിയിലാണ് പോയത്. ജോസാനാണ് വണ്ടി എടുത്തത്. കാരണം നമ്മൾ ഒരാളെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ സമയം വേണം, ഡിസ്റ്റർബായിട്ട് തോന്നാനും പാടില്ല. എത്ര ദിവസം നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യും, അതുകൊണ്ട് അങ്ങ് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. ഇത്രയും നാളും നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒത്തിരി 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 നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് വേണം, സ്നേഹം വേണം. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലസ് യു.